So the force between the two plates of a parallel plate capacitor is the q square by 2a epsilon 0 ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ രണ്ട് പ്ലേറ്റ്സ് ഉണ്ടല്ലേ, ഇവ തമ്മിലുള്ള സെപ്പറേഷൻ ഫസ്റ്റ് ഇനീഷ്യൽ ഇൻസ്റ്റൻറ്റിൽ 0 ആണ്. നെക്സ്റ്റ് നമ്മൾ ഇതെന്താണ്, ഇവ തമ്മിൽ പുള്ളിയാണ്, ഒരാൾ പുള്ള് ചെയ്യുന്നു. സെക്കൻഡ് പ്ലേറ്റ് ആയിട്ടുള്ള -q ചാർജുള്ള പ്ലേറ്റ് ഒരു d ഡിസ്റ്റൻസിലേക്ക് ഒരാൾ പുള്ള് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു d ഡിസ്റ്റൻസിലേക്ക് നമ്മൾ പുള്ള് ചെയ്യണം. അപ്പോൾ നമ്മളത് വർക്ക് ചെയ്യണം അല്ലേ. ദിസ് വർക്ക് ഡൺ ഓൺ ദി സെക്കൻഡ് പ്ലേറ്റ്. അപ്പോൾ എന്തായിരിക്കും, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് d ആണ്. ഫോഴ്സ് ബിറ്റ്വീൻ ദി ടു പ്ലേറ്റ്സ് എന്താണ്, എക്സ്പ്രഷൻ F ആണ് അല്ലേ. വർക്ക് ഡൺ ടു പുൾ ദി സെക്കൻഡ് പ്ലേറ്റ് ടു എ ഡിസ്റ്റൻസ് d. വർക്ക് ഡൺ നമുക്ക് എന്തായിട്ട് എഴുതാം, W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഫോഴ്സ് എത്രയാണ്, ഫോഴ്സ് ഇസ് q square by 2a epsilon 0 is the force exerted by the first plate to the second plate. Because they are charged അല്ലേ. ഇത് പ്ലസ് q ചാർജ് ആണ്, ഇത് -q ചാർജ് ആണ്. അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിലാണ് സെക്കൻഡ് ഒരു നെഗറ്റീവ് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദം ആണ് ഇത്. ഈ ഫോഴ്സിനിടയിലാണ് നമ്മൾ ഈ ഒരു d ഡിസ്റ്റൻസിലേക്ക് സെക്കൻഡ് പ്ലേറ്റ് മൂവ് ചെയ്യിക്കുന്നത്. സോ ദ വർക്ക് ഡൺ ടു പുൾ ദി സെക്കൻഡ് പ്ലേറ്റ് ഇൻ ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇസ് q square by 2a epsilon 0 into the displacement is d. This is the, അപ്പോൾ നമുക്കിത് എന്തായിട്ട് എഴുതാം, ദിസ് ഇസ് ദി ഇൻ ദ വർക്ക് ഡൺ അല്ലേ. നമുക്കറിയാം കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇഫ് ദി medium between the two plates is എന്താണ്, C is equal to a epsilon 0 by d is the capacitance of a parallel plate capacitor. അപ്പോൾ നമുക്ക് എന്തറിയാം, a epsilon 0 by d ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മുടെ എന്താണ് ഡിനോമിനേറ്ററിൽ എന്തുണ്ട്, a epsilon 0 by d ഉണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഡൺ നമുക്ക് എന്തായിട്ട് എഴുതാം, വർക്ക് ഡൺ is equal to q square by 2 into C. This is the work done to pull the second plate to a distance t. To a small distance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these are not large distances. സ്മോൾ ഡിസ്റ്റൻസിൽ നമ്മൾ എന്താണ് ഈ ഒരു സെക്കൻഡ് പ്ലേറ്റിനെ വലിച്ചാലുണ്ടാകുന്ന വർക്ക് ഡൺ ആണ് ഇത്. ഓക്കെ, ദിസ് ഈസ് ദി വർക്ക് ഡൺ. ദിസ് ഈസ് q square by 2c. This work done is stored as the electrostatic potential energy of the കപ്പാസിറ്റർ. ഈ വർക്ക് ഡൺ നമ്മൾ ഇത്രയും ഒരു പുള്ള് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇത് രണ്ടും ഒരു കപ്പാസിറ്ററിൻ്റെ രണ്ട് പ്ലേറ്റ്സ് എന്താണ്, ദീസ് ആർ എന്താ 0 അല്ല, അവ തമ്മിലുള്ള സെപ്പറേഷൻ ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് t കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിലേക്ക് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ചാർജ് ചെയ്യപ്പെട്ട രണ്ട് മെറ്റൽ പ്ലേറ്റ്സിനെ എന്താണ് പുള്ള് ചെയ്യിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണ്ണാണ് ഇതിനിടയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. ഇതിനെ നമുക്ക് അപ്പോൾ വർക്ക് ഡൺ ഇസ് സ്റ്റോർഡ് ആസ് ദി പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ യൂഷ്വലി വി റെപ്രസെൻ്റ് ആസ് യു അല്ലേ, ക്യാപിറ്റൽ യു ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ യു ഇസ് ഈക്വൽ ടു q സ്ക്വയർ ബൈ 2c. നമുക്കറിയാം q ഇസ് ഈക്വൽ ടു CV ആണ്. അപ്പം ഈ ഒരു എക്സ്പ്രഷൻ നമ്മുടെ യുയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഇസ് ഈക്വൽ ടു C സ്ക്വയർ V സ്ക്വയർ ബൈ 2c. അപ്പോൾ സിയും ക്യാൻസൽ ചെയ്ത് യു ഇസ് ഓൾസോ ഇസ് ഈക്വൽ ടു CV ബൈ 2. അപ്പം ദീസ് ആർ ദി സം അതർ എക്സ്പ്രഷൻസ്. സോറി, CV സ്ക്വയർ ബൈ 2 ആണ്. ഇതാണ് മറ്റൊരു എക്സ്പ്രഷൻ. q സ്ക്വയർ ബൈ 2c പോലെ തന്നെ CV സ്ക്വയർ ബൈ 2 ഇസ് ഓൾസോ അനദർ എക്സ്പ്രഷൻ ഫോർ ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ കപ്പാസിറ്റർ. അപ്പോൾ നമുക്കറിയാം എനർജി ഡെൻസിറ്റി എന്താണ്. വാട്ട് ഈസ് എനർജി ഡെൻസിറ്റി? എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ യൂഷ്വൽ ടേം ആണല്ലേ എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് വോളിയത്തിലുണ്ടാകുന്ന എനർജിയാണ് എന്ത്, എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. ഇതൊരു വോളിയമാണല്ലേ. ഇതിൻ്റെ ഏരിയ ഓഫ് ദി മെറ്റൽ പ്ലേറ്റ് ഇസ് A ആൻഡ് ദി സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഇസ് T. സോ ദി എനർജി സ്റ്റോർഡ് ബിറ്റ്വീൻ ദി മെറ്റൽ പ്ലേറ്റ്സ് പെർ യൂണിറ്റ് വോളിയമാണ് എനർജി ഡെൻസിറ്റി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എനർജി ഡെൻസിറ്റീനെ നമ്മൾ സ്മോൾ യു ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എനർജി ഡെൻസിറ്റി എന്തായിരിക്കും, ഇറ്റ് ഇസ് U by V. V എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് AD അല്ലേ. വോളിയം ഓഫ് ദി മെറ്റൽ പ്ലേറ്റ് ഇസ് എന്താണ്, വോളിയം ഓഫ് ദിസ് റീജിയൻ ഓഫ് ഏരിയ A ആൻഡ് സെപ്പറേഷൻ D എന്താണ്, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം എന്ന് പറയുന്നത്. സോ ബേസ് ഏരിയ A ആണ്, ഹൈറ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ D ആണ്. സോ വോളിയം ഇസ് AD. സോ
this is the energy stored അല്ലെങ്കിൽ stored potential energy per unit volume ആണ്. This is AD. അപ്പോൾ യുവിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടല്ലേ. വാട്ട് ഇസ് യു? എക്സ്പ്രഷൻ ഓഫ് യു ഇസ് Q²/2C. നമ്മൾ ഇത് ഈ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ Q²D/2A∈0 നമ്മൾ വർക്ക് ഡൺ ഇത് തന്നെയാണ് നമ്മുടെ എന്തിൻ്റെ എക്സ്പ്രഷൻ? യു തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ യു ക്യാൻ ബി സ്മോൾ യു ഇസ് ഈക്വൽ ടു U/AD ആണ്. യു എന്താണ്? ഇറ്റ് ഇസ് Q²D/2A∈0 ആണ്. അപ്പോൾ മുകളിൽ നമ്മൾ കണ്ടുപിടിച്ച എക്സ്പ്രഷനാണ് /AD ആണ് കേട്ടോ എക്സ്പ്രഷൻ. അപ്പോൾ ഇതിൽ സെയിം ടേംസ് ഒക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. Q²D/2A∈0 ബൈ എന്താണ്? AD ആണ് വരിക ഇൻറ്റു 1/AD എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിയും ക്യാൻസൽ ആയിപ്പോയി. ദെൻ എനർജി ഡെൻസിറ്റി കണ്ടോ, ഇതിൽ ഡിയും ക്യാൻസലായി. ദെൻ എനർജി ഡെൻസിറ്റി, എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി കപ്പാസിറ്റർ ഇസ് Q²/2A²∈0. ഇതിൽ നമ്മൾ എന്താണ് മുകളിലും താഴെയും ഒരു ε0നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മുകളിൽ ഒരു ε0, താഴെ ഒരു ε0നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രഷൻ എന്തായി? Q²ε0/2A²∈0² എന്ന് വെച്ച് കിട്ടിയില്ലേ. അപ്പോൾ ഇതിൽ ε0/2 പുറത്തെടുക്കുക. Q/A∈0ന് മൊത്തത്തിലൊരു സ്ക്വയർ ഒക്കെ എഴുതാം അല്ലേ. Q/A∈0² എന്ന് നമുക്ക് എഴുതാം. ഇതെന്താണ്? ദിസ് ഈസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. Q/A∈0 ആണ് എന്ത്? നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ, ഒരു കപ്പാസിറ്ററിൻ്റെ ബിറ്റ്വീൻ ടു പ്ലേറ്റ്സിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? σ/ε0 ആണ്. വേറെ സിഗ്മ ഇസ് Q/A∈0 because area of the capacitor plate is A. So നമുക്ക് Q/A∈0 എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദി ടു പ്ലേറ്റ്സ്. ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദി ടു പ്ലേറ്റ്സ് ആണ് Q/A∈0. സോ എനർജി ഡെൻസിറ്റി സ്മോൾ യു ഇസ് ഈക്വൽ ടു ε0/2 ഇൻറ്റു E² എന്ന് കിട്ടി. സോ നമ്മുടെ എനർജി ഡെൻസിറ്റി യു ഇസ് ഈക്വൽ ടു ½ ε0 E² ഇസ് ദി എനർജി ഡെൻസിറ്റി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. ഇറ്റ് ഈസ് ε0 E²/2.